നമസ്കാരം. നമുക്കൊരു കഥ കേട്ടാലോ? ഒരു പിശുക്കന്റെ കഥ. അതെ, നമ്മുടെ കഥയുടെ പേര് പിശുക്കന്റെ സമ്പത്ത്. മധുരയിൽ പണ്ട് മണിലാൽ എന്നു പേരുള്ള ഒരു പിശുക്കൻ ഉണ്ടായിരുന്നു. വെറും പിശുക്കനല്ല, ആറു പിശുക്കൻ എന്ന് വേണം അദ്ദേഹത്തെ വിളിക്കാൻ. കാരണം ദിവസവും അദ്ദേഹം ജോലിക്ക് പോകും. എന്നാൽ ഈ പണം കൊണ്ട് കൃത്യമായി ആഹാരം കഴിക്കുകയോ നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയോ അദ്ദേഹം ചെയ്തില്ല. പകരം എന്തു ചെയ്തെന്നോ? ഈ പണം മുഴുവൻ സൂക്ഷിച്ചു വെച്ച് അദ്ദേഹം സ്വർണ്ണക്കട്ടികൾ വാങ്ങുവാനായി തുടങ്ങി. അങ്ങനെ വാർദ്ധക്യം അദ്ദേഹത്തെ ബാധിച്ചു. അപ്പോഴേക്കും അദ്ദേഹം ഒരുപാട് സ്വർണ്ണക്കട്ടികളുടെ ഉടമയായി. പക്ഷേ അപ്പോഴാണ് ആ പ്രശ്നം ഉദിച്ചു വരുന്നത്. എന്താണെന്നോ? ഇത്രയധികം സ്വർണ്ണക്കട്ടികൾ തന്റെ കയ്യിലുള്ള വിവരം ആരെങ്കിലും അറിഞ്ഞാലോ? അറിയുന്നത് കള്ളനായാലോ? പിന്നെ പറയേണ്ടതുണ്ടോ? മണിലാലിന്റെ ജീവന് തന്നെ ആപത്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ഒരുപാട് ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു സൂത്രം കണ്ടെത്തി. എന്താണെന്നോ? അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഒരു കാടുണ്ട്. ആ കാട്ടിൽ ഒരു കുഴി കുഴിച്ച് അതിൽ അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കെട്ടുകളെല്ലാം സൂക്ഷിച്ചു. എന്നിട്ടത് മണ്ണിട്ട് മൂടി മണിലാൽ തിരികെ വീട്ടിലേക്ക് വന്നു. എന്നിട്ടോ ദിവസവും അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കെട്ടി അവിടെ ഉണ്ടോ എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടി കാട്ടിൽ പോയി മണ്ണ് മാറ്റി നോക്കും. വീണ്ടും തിരികെ വരും. അങ്ങനെ ഇതൊരു പതിവ് പ്രക്രിയയായി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്വർണ്ണക്കെട്ടികൾ നോക്കുവാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോയ മണിലാൽ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. തന്റെ സ്വർണ്ണക്കെട്ടുകളുടെ സ്ഥാനത്ത് മൺചീളുകൾ. അദ്ദേഹം അത് കണ്ട് അയ്യോ എന്ന് ഉറക്കെ കരഞ്ഞു. എന്റെ സമ്പാദ്യം മുഴുവൻ ആരോ എടുത്തുകൊണ്ട് പോയേ, അയ്യോ കള്ളൻ എന്റെ സമ്പാദ്യം കൊണ്ടുപോയേ എന്ന് അദ്ദേഹം ഉറക്കെ നിലവിളിച്ചു. അദ്ദേഹം അവിടേക്കും ഇവിടേക്കും എല്ലാം ഓടി. എങ്ങും അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കെട്ടുകൾ കാണാനായിട്ട് കഴിഞ്ഞില്ല. ഒടുവിൽ ആ കുഴിയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പേപ്പർ കഷ്ണം കിട്ടി. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രിയപ്പെട്ട പിശുക്ക, നിങ്ങൾ ദിവസവും ഇവിടെ വന്ന് ഈ കുഴിയിലെ മണ്ണു മാറ്റി നിങ്ങളുടെ സ്വർണ്ണക്കെട്ടുകൾ എണ്ണി നോക്കുന്നത് ഞാൻ സ്ഥിരം കാണാറുണ്ട്. ഇങ്ങനെ എണ്ണി നോക്കുവാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് സമ്പാദിക്കുന്നത്? നിങ്ങളുടെ രൂപം കണ്ടിട്ട് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നതായി തോന്നില്ല, നല്ല വസ്ത്രങ്ങൾ വാങ്ങുന്നതായി തോന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും സ്വർണ്ണക്കെട്ടുകൾ? എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും സമ്പത്ത്? എന്റെ കുടുംബമാണെങ്കിൽ പരമദാരിദ്ര്യത്തിലാണ്. ഈ സമയത്ത് ഈ സ്വർണ്ണക്കെട്ടുകൾ എനിക്ക് ഒരുപാട് ഉപയോഗം ചെയ്യും. നിങ്ങൾക്ക് എണ്ണി സംതൃപ്തി അടയാൻ വേണ്ടി ഞാൻ കുറച്ച് മൺചീളുകൾ ആ കുഴിയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതെണ്ണി സംതൃപ്തിപ്പെടുക എന്ന് സ്വന്തം കള്ളൻ. കത്ത് വായിച്ചതും മണിലാൽ ഉറക്കെ നിലവിളിച്ചു. അയ്യോ എന്റെ സ്വർണ്ണക്കെട്ടുകൾ, എന്റെ സമ്പാദ്യം എന്ന് അദ്ദേഹം ഉറക്കെ നിലവിളിച്ചു. ഒടുവിൽ അദ്ദേഹം തലയ്ക്ക് കൈവച്ച് ഇങ്ങനെ ആലോചിച്ചു: ഉപയോഗമില്ലാത്ത സമ്പത്ത് മരച്ചീളുകൾക്ക് സമമാണ്. അതെ, നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഒരു പാവപ്പെട്ടവനോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കോ വിനിയോഗിച്ചില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അത് വെറും മൺചീളുകൾ പോലെയാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം, നമുക്ക് കിട്ടുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ നല്ല രീതിയിൽ അവ പ്രയോജനപ്പെടുത്തി നമ്മൾ ജീവിക്കുക. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.